ഹായ് എവ്രി വൺ, രാവിലെ രാസ എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ട്രാവൽ ബാഗിൽ എടുത്തു വയ്ക്കുന്നത് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രമായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയി ഒരുങ്ങുന്ന ഈ ലേണിംഗ് പാക്കേജ് ആവുന്ന ട്രാവൽ ബാഗിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു വയ്ക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയ കണ്ടന്റ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. First question, name the cells in testes which synthesize and secrete the androgen. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തുന്നതിന് മുൻപ് ഈ ക്വസ്റ്റ്യനോട് ചേർന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് കണ്ടന്റ് ഒന്നാണ് ഇപ്പൊ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റിസിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അതിനോട് ചേർന്ന് ഈ ഒരു പെയിൽ ഗ്രീൻ കളറിലുള്ള സർക്കിൾസ് കാണിച്ചിരിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയ്ക്ക് ബ്ലൂ കളറിലെ സെൽസ് കാണാം. ഈ സെൽസ് ആണ് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജനസിസ്. ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ബേസൽ ലാമിനയുടെ എൻലാർജ്ഡ് വ്യൂ ആണ്. ബേസൽ ലാമിനയോട് ചേർന്ന് സ്പെർമാറ്റോഗോണിയം and then differentiated primary spermatocyte, secondary spermatocyte, differentiating spermatid, finally spermatozoon or the spermatid. ഇത്രയും പ്രോസസ് ആണ് സ്പെർമാറ്റോജനസിസിൽ ഓർത്തിരിക്കേണ്ടത്. And the answer to our question is Leydig cells. Let's go on to the next question. Expressed sequences in the genes are called. Options are introns, exons, mutons, cistrons. ജീനുകളിലുള്ള എക്സ്പ്രസ്ഡ് സീക്വൻസസിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറായി നമുക്ക് എന്താണ് ജീന്, എവിടെയാണ് ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. ഇപ്പൊ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സെല്ലിന്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ്. നിങ്ങൾ ഒരു മുറിയിൽ ഇരിക്കുന്ന സമയത്ത് മുറിയുടെ ഒത്ത നടുക്കായി ഒരു ട്രാൻസ്പെറന്റ് ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ട്രാൻസ്പെറന്റ് ബോളിന്റെ അകത്ത് ലോങ് തിൻ സാറ്റേൺ റിബൺ വളരെ കോയിൽഡ് ആയി തിക്ലി പാക്ഡ് ആയി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതുപോലെയാണ് നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ. മുറിയിൽ ഒരുപാട് സാധനങ്ങൾ ഉള്ളത് പോലെ നമ്മുടെ സെല്ലിന്റെ അകത്ത് ഇപ്പോ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. മുറിയുടെ അകത്ത് ട്രാൻസ്പെറന്റ് ബോളിന്റെ അകത്ത് റെഡ് സാറ്റൻ റിബൺ തിങ്ങി നിറച്ച് വെച്ചിരിക്കുന്നത് പോലെ സെല്ലിന്റെ അകത്ത് ഇപ്പോൾ കാണിക്കുന്ന ഭാഗമായ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ന്യൂക്ലിയസിന്റെ അകത്ത് റെഡ് സാറ്റൻ റിബൺ പോലെ കാണുന്നത് എന്നതുകൊണ്ട് നമുക്കൊരു DNA കണക്കാക്കാം. ഇതിന്റെ അകത്തുള്ള DNA തിക്ലി പാക്ഡ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത് DNAയുടെ എൻലാർജ്ഡ് വ്യൂ ആണ്. ഒരു റെഡ് സാറ്റൻ റിബൺ നന്നായി ചുരുട്ടി കുത്തി നിറച്ച് ഒരു എക്സ് ആകൃതിയിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് ക്രോമസോമിന്റെ സ്ട്രക്ചർ. ഈ ക്രോമസോമിൽ ഹൈലി കണ്ടൻസ്ഡ് ആയിട്ട് കാണുന്ന ഈ DNA ഫിലമെന്റിനെ നമ്മളൊന്ന് നീട്ടിയെടുത്തിരിക്കുകയാണ്. ആ നീട്ടിയെടുത്തേക്കുന്ന DNA ത്രെഡ് എൻലാർജ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന വ്യൂ ആണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം അത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇതിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആയിരിക്കും ഒരു ജീനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ തൽക്കാലത്തേക്ക് എടുക്കുന്ന ഒരു ജീനിന്റെ ലെങ്ത് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ജീൻ ആയിരിക്കുന്നത്. ആ ജീനില് പല സെക്ഷൻസ് ഉണ്ട്. എക്സോൺസും ഉണ്ട്, ഇൻട്രോൺസും ഉണ്ട്. എക്സോൺസിനെയും ഇൻട്രോൺസിനെയും ഓൾട്ടർനേറ്റ് ഡാർക്ക് ലൈറ്റ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതുപോലെ ഇപ്പൊ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ബ്ലാക്ക്, വൈറ്റ് എന്നിങ്ങനെ ക്രമത്തിൽ വരുന്നത് പോലെ എല്ലാ ജീനുകളിലും ഓൾട്ടർനേറ്റ് ആയി എക്സോൺ സെഗ്മെന്റ് ഉണ്ട്, ഇൻട്രോൺ സെഗ്മെന്റ് ഉണ്ട്. എപ്പോഴും ഒരു മെച്യൂർ mRNAയിലേക്ക് എക്സ്പ്രസ്ഡ് ആകുന്നത് എക്സോൺ ആയിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. എക്സ്പ്രസ്ഡ് സീക്വൻസസ് ഇൻ ദ ജീൻസ് ആർ കോൾഡ്. ആൻസർ ഈസ് എക്സോൺ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DNA is tightly packed structure and is found as units called nucleosome. Explain the concept of nucleosome and differentiate between euchromatin and heterochromatin. ഇതിന്റെയും ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഒരു പർട്ടിക്കുലർ കണ്ടന്റ് നമുക്ക് നോക്കാം.
ഇപ്പൊ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസും ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന DNA-യുമാണ്. നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു മുറിയുടെ ഒത്ത നടുക്കായി വലിയൊരു ട്രാൻസ്പെറന്റ് ബോൾ ഉണ്ടെന്ന് വിചാരിക്കാനും അതിനകത്ത് ലോങ് കോയിൽഡ് തിൻ റെഡ് സാറ്റൻ റിബൺ ഉണ്ടെന്ന് വിചാരിക്കാനും. ഇതുപോലെ തന്നെയാണ് ന്യൂക്ലിയസും കാണുന്നത്. ന്യൂക്ലിയസും ട്രാൻസ്പെറന്റ് ബോൾ പോലെയാണ് കാണുന്നത്. അതിന്റെ അകത്ത് ലോങ് കോയിൽഡ് റെഡ് സാറ്റൻ റിബൺ പോലെ ക്രോമാറ്റിൻ ത്രെഡ്സ് കാണപ്പെടുന്നു. ഈ ക്രോമാറ്റിൻ ത്രെഡ്സ് എന്ന് പറയുന്നത് DNA സെഗ്മെന്റ്സ് തന്നെയാണ്. DNA അഴിഞ്ഞു പോകാതിരിക്കാൻ ഇടവിട്ട് കെട്ടുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അതിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ന്യൂക്ലിയോസോമിനെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ നോക്കാം. ഇപ്പൊ കാണുന്ന ഭാഗം DNA ലോങ് ത്രെഡായി കിടക്കാതെ അത് ഹൈലി കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ചെറിയൊരു കട്ട പോലെ ആക്കാൻ ഇൻ ബിറ്റ്വീൻ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. 4 തരത്തിലുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. യെല്ലോ കളറിൽ കാണുന്ന ഹിസ്റ്റോൺ 2A എന്ന് പറയുന്ന പ്രോട്ടീൻ, റെഡ് കളറിൽ കാണുന്ന ഹിസ്റ്റോൺ 2B എന്ന് പറയുന്ന പ്രോട്ടീൻ, ബ്ലൂ കളറിൽ കാണുന്ന ഹിസ്റ്റോൺ 3 എന്ന് പറയുന്ന പ്രോട്ടീൻ, അതുപോലെ ഗ്രീൻ കളറിൽ കാണുന്ന ഹിസ്റ്റോൺ 4 എന്ന് പറയുന്ന പ്രോട്ടീൻസ്. ഈ 4 പ്രോട്ടീൻസും കൂടി ചെയ്യുന്നത് അത് നടുക്ക് ഇതുപോലെ കണ്ടൻസ്ഡ് ആയി അതിനു ചുറ്റുമുള്ള DNA മോളിക്യൂളിനെ കണ്ടൻസ്ഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂക്ലിയോസോമിന്റെ എൻലാർജ്ഡ് വ്യൂ നോക്കാം. നേരത്തെ പറഞ്ഞ 4 കളറിൽ കാണിച്ചിരിക്കുന്ന പ്രോട്ടീൻസ്, 4 തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒക്ടാമർ ആണ് ഇവിടെ ഉള്ളത്, അതായത് 8 എണ്ണം. ഈ 8 പ്രോട്ടീൻസിന്റെ ചുറ്റും DNA റിബൺ ഇതുപോലെ റാപ്ഡ് ആകും. ഈ റാപ്ഡ് ആകുന്ന DNA റിബൺ അഴിഞ്ഞു പോകാതെ അതിനെ പരസ്പരം ഗം ചെയ്ത് വെക്കുന്നത് H1 ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ ആണ്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാർട്ട്, ഇതാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ. സോ ആൻസർ ടു അവർ ക്വസ്റ്റ്യൻ ഈസ് a negatively charged DNA is wrapped around positively charged histone octamer to form a structure nucleosome. Moving to the next question. So now let's move on to the sub-question of this particular question. Sub-question B. Differentiate between euchromatin and heterochromatin. ക്രോമാറ്റിൻ ത്രെഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഈ ക്രോമാറ്റിൻ ത്രെഡില് 2 തരത്തിലുള്ള ഏരിയാസ് കാണാറുണ്ട്. ഓൾട്ടർനേറ്റ് ബ്ലാക്ക് വൈറ്റ് സ്പെക്ട്ര വരുന്നത് പോലെ ഓൾട്ടർനേറ്റ് ആയി ഹെട്രോക്രോമാറ്റിനും യൂക്രോമാറ്റിനും കാണാറുണ്ട്. ഹെട്രോക്രോമാറ്റിൻ എപ്പോഴും ഡാർക്ക് കളർ ആയിരിക്കും, യൂക്രോമാറ്റിൻ എപ്പോഴും ലൈറ്റ് കളർ ആയിരിക്കും. ഹെട്രോക്രോമാറ്റിൻ ഡാർക്ക് സ്റ്റെയിൻഡ് ആകാൻ കാരണം അതിനകത്തുള്ള ന്യൂക്ലിയോസോമുകൾ ഇപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തിക്ലി പാക്ഡ് ആകുന്നത് കൊണ്ടാണ്. ഈ പിക്ചറിൽ ഇപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന ഭാഗമാണ് ന്യൂക്ലിയോസോം. അതിന്റെ ചുറ്റും DNA റാപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ന്യൂക്ലിയോസോമുകൾ ഇത്ര കണ്ടൻസ്ഡ് ആയി ഹെട്രോക്രോമാറ്റിൽ കാണപ്പെടുമ്പോൾ യൂക്രോമാറ്റിനിൽ അതേ ന്യൂക്ലിയോസോമുകൾ അകലം പാലിച്ചുകൊണ്ടാണ് കാണുന്നത്. ഈ ന്യൂക്ലിയോസോമുകൾ ഇത്ര അകലത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് യൂക്രോമാറ്റിൻ എപ്പോഴും ലൈറ്റ് സ്റ്റെയിൻഡ് ആയിരിക്കും. അതേസമയം ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ ആക്റ്റീവ് ആകുന്നതും mRNA ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതും യൂക്രോമാറ്റിൻ ആയിരിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ആൻസർ. The region of chromatin which is loosely packed and stains light are called euchromatin, which is transcriptionally alive. Densely packed and transcriptionally inactive chromatin which stains dark are called as heterochromatin. Sub-question A. Observe the cross and name the phenomenon. Sub-question B. Write down the theoretical explanations of the given phenomenon. ജെനറ്റിക്സിലെ ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് ഡോമിനന്റ് ജീനും റിസസീവ് ജീനും ഒന്നിച്ചു വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും ഡോമിനന്റ് ജീനായിരിക്കും എക്സ്പ്രസ്ഡ് ആകുന്നത്. പക്ഷെ ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ റെഡ് ഫ്ലവേർഡ് കണ്ടീഷനിലും വൈറ്റ് ഫ്ലവേർഡ് കണ്ടീഷനിലും വരുന്ന F1 ജനറേഷനിൽ എക്സ്പ്രസ്ഡ് ആയിരിക്കുന്നത് പിങ്ക് ഫ്ലവേർഡ് കണ്ടീഷൻ ആണ്. ഇതിന്റെ എക്സ്പ്രഷൻ വരേണ്ടിയിരുന്നത് ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം റെഡ് ഫ്ലവേർഡ് കണ്ടീഷൻ ആണ്. അതിൽ നിന്നും ഡിഫറെന്റ് ആയി പിങ്ക് ഫ്ലവേർഡ് കണ്ടീഷൻ R അല്ലെങ്കിൽ റെഡ്, സ്മോൾ r അല്ലെങ്കിൽ വൈറ്റ് മിക്സിങ്ങിലൂടെ പിങ്കിലേക്ക് ലീഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള പർട്ടിക്കുലർ കണ്ടീഷന് കാരണം ക്യാപിറ്റൽ ലെറ്റർ R ഈസ് partially dominant or incompletely dominant over small r or white flowered condition. ഈ പർട്ടിക്കുലർ ക്രോസിന് വിളിക്കുന്ന പേരാണ്
ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതിന്റെ ഒരു പിക്ചോറിയൽ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. റെഡ് ഫ്ലവേർഡ് കണ്ടീഷൻ, വൈറ്റ് ഫ്ലവേർഡ് കണ്ടീഷൻ. ഇതിൽ നിന്ന് യൂഷ്വലി വരേണ്ട F1 ജനറേഷൻ റെഡ് ഫ്ലവേർഡ് കണ്ടീഷൻ ആണ്, പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് പിങ്ക് ഫ്ലവേർഡ് കണ്ടീഷൻ ആണ്. ഈ ഒരു എക്സെപ്ഷണൽ സ്പെഷ്യൽ കേസിന് വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. Now let's move on to the sub question B. Write down theoretically given explanation of the phenomenon. It is a phenomenon in which phenotype of F1 hybrid offspring does not resemble any one of the parent, even it is the intermediary between expression of two alleles in their homogeneous state. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. Next question. Complete the boxes with suitable words given below. Analogous, homologous, convergent evolution, divergent evolution. Question. 4 limbs of mammals. A. Type of evolution. B. Wings of birds and butterfly. C. Type of evolution. D. ഇതാണ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ബോക്സസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ലിങ്ക് ചെയ്യാൻ എളുപ്പമാണ്. 4 limbs of mammals എന്ന് പറയുന്നത് ഹോമോലോഗസ് ഓർഗൻസ് ആണ്. ഹോമോലോഗസ് ഓർഗൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡൈവർജന്റ് എവല്യൂഷനോടാണ്. അത് ഓർത്ത് വയ്ക്കാൻ HD എന്ന് ഓർത്താൽ മതിയാകും. ഹോമോലോഗസ് ആൻഡ് ഡൈവർജന്റ്. അടുത്തത് വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അനലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ ആണ്. AC അനലോഗസ് റിലേറ്റഡ് ടു കൺവെർജന്റ് എവല്യൂഷൻ. So let's check out the answer. 4 limbs of mammals, homologous, type of evolution, divergent. Wings of birds and butterfly, analogous, type of evolution, convergent. Let's check the next slide. Adutha question. Explain the factors affecting Hardy-Weinberg equilibrium. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് താഴത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത്. അല്ലീൽ ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഇൻ സെക്ഷുവലി റിപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ്. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ കൺസിഡർ ചെയ്താൽ അതിലുള്ള ആകെയുള്ള ജീനുകളുടെ അല്ലെങ്കിൽ അല്ലീൽ ഫ്രീക്വൻസീസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ജീനുകളുടെ ആകെ എണ്ണം സ്റ്റേബിൾ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിന് ജീനുകൾക്ക് എപ്പോഴായിരിക്കും വ്യത്യാസം വരുന്നത്? അതാണ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സിലേക്ക് നമുക്ക് പോകാം. ദ ആൻസർ ഈസ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. സെക്കൻഡ് വൺ ജനറ്റിക് ഡ്രിഫ്റ്റ്. തേർഡ് വൺ മ്യൂട്ടേഷൻ. ഫോർത്ത് വൺ ജനറ്റിക് റീകോമ്പിനേഷൻ. ഫിഫ്ത്ത് വൺ നാച്ചുറൽ സെലക്ഷൻ. ഇൻ ഷോർട്ട് പറഞ്ഞാൽ ഈ പറയുന്ന 5 പ്രോസസ്സും ജീനുകളുടെ എണ്ണത്തെ ബാധിക്കും. അതാണ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് സ്ലൈഡ്. ക്വസ്റ്റ്യൻ. Innate immunity is a non-specific type of defense and consists of 4 types of barriers. Categorize the barriers and give one example for each. Innate immunity എന്താണെന്നുള്ളതിന്റെ ഉത്തരം ആദ്യം പറയാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് നോൺ സ്പെസിഫിക് ടൈപ്പ് ആണ്. ഇന്ന വൈറസ് ഇന്ന ബാക്ടീരിയം എന്നൊന്നുമില്ല. ഒരു സാധാരണ രീതിയിൽ നമുക്കൊരു രോഗം വന്നാൽ ആ രോഗത്തിന് എതിരെ മാത്രമായിരിക്കും നമ്മുടെ ബോഡി ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് നോൺ സ്പെസിഫിക് ആണ്. ഒരു പർട്ടിക്കുലർ ബാക്ടീരിയത്തിനോടോ വൈറസിനോടോ ചേർന്നിട്ടല്ല. അതിന് പകരം ഒരു ബ്രോഡ് സ്പെക്ട്രം ഇമ്മ്യൂണിറ്റി ആണ് തരുന്നത്. അതുകൊണ്ടാണ് നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് എന്നാണ് അടുത്ത സബ് പോർഷൻ ക്വസ്റ്റ്യനിലുള്ളത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. Innate immunity is non-specific type of defense. It is present at a time of birth. It is accomplished by 4 different types of barriers. 4 തരത്തിലുള്ള ബാരിയേഴ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ, സെക്കൻഡ് വൺ ഫിസിയോളജിക്കൽ, തേർഡ് വൺ സെല്ലുലാർ, ഫോർത്ത് വൺ സൈറ്റോകൈൻ. അതിന്റെ ആൻസറിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിൽ പ്രകൃതിദത്തമായി മൈക്രോബ്സിനെ ശരീരം പ്രതിരോധിക്കുന്ന മാർഗങ്ങളാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബാരിയേഴ്സ് ആണ് 4 തരത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ട്, സൈറ്റോകൈൻ ബാരിയേഴ്സ് ഉണ്ട്. ഇതിൽ ഫിസിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്കിന്നും
റെസ്പിറേറ്ററി ട്രാക്ട് അടക്കം കാണുന്ന മ്യൂക്കസ് കോട്ടിങ്ങുമാണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന ആസിഡ്, അതേപോലെ മൗത്തിലെ സലൈവയിലുള്ള ലൈസോസൈം എൻസൈം, ഐസിലെ ടിയേഴ്സിലുള്ള ലൈസോസൈം എൻസൈം എന്നിവയാണ്. സെല്ലുലോർ ബാരിയേഴ്സിൽ വരുന്നത് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്, മാക്രോഫേജസ്, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ് തുടങ്ങിയ സെൽസ് പുറത്തുനിന്ന് വരുന്ന മൈക്രോബ്സിനെ ഫാഗോസൈറ്റോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ ടൈപ്പ് സെൽസ് ആണ് സെല്ലുലാർ ബാരിയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തെ ടൈപ്പ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. സാധാരണ ഒരു വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് ബോഡിയിൽ ഉണ്ടായാൽ ആ വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് ഇന്റർഫെറോൺസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. ആ ഇന്റർഫെറോൺസിന്റെ പ്രസൻസ് മറ്റ് നോൺ ഇൻഫെക്റ്റഡ് സെൽസിനെ കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്രയും ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. അടുത്ത സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടാബുലർ ഫോർമാറ്റിലാണ് ഉള്ളത്. ഒരു ടേബിൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ടൈഫോയിഡ് ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. സ്റ്റൊമക് പെയിൻ. ബി ക്വസ്റ്റ്യൻ റൈനോവൈറസ്, സോർ ത്രോട്ട്, ഹോഴ്സ്നസ്. മാലിഗ്നന്റ് മലേറിയ. ക്വസ്റ്റ്യൻ സി ചിൽ ഹൈ ഫീവർ. ക്വസ്റ്റ്യൻ ഡി ബ്യൂച്ചറേറിയ, ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് ഗ്ലാൻഡ്. നമുക്കറിയാം പാത്തോജൻസിന്റെയും ഡിസീസസിന്റെയും ഉൾപ്പെടുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ടൈഫോയിഡിന്റെ പാത്തോജൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റൈനോ വൈറസിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന വാക്കാണ് ഇവിടെ എഴുതേണ്ടത്. മാലിഗ്നന്റ് മലേറിയയുടെ പാത്തോജൻ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. ബ്യൂച്ചറേറിയനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ആസ്പെക്ട് ആണ് ഡി ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് typhoid caused by Salmonella typhi. Rhinovirus causes common cold. Plasmodium vivax is the pathogen of malignant malaria. Butyraria bancrofti results filariasis disease. Consumption of drug and alcohol affects the person's mental and physical health very badly. List the warning signs of alcohol or drug abuse. Answer: ഡ്രഗ് അബ്യൂസും ആൽക്കഹോളും കൊണ്ട് എന്തൊക്കെയായിരിക്കും സിംറ്റംസ് കാണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അക്കാഡമിക് പെർഫോമൻസിലുള്ള കുറവ്, പേഴ്സണൽ ഹൈജീനിലുള്ള ഇൻട്രസ്റ്റിലുള്ള വ്യത്യാസം, അതുപോലെ ഫാമിലിയിൽ നിന്ന് വിഡ്രോവൽ കാണിക്കുന്നതും ഐസൊലേഷൻ കാണിക്കുന്നതും, ഡിപ്രഷനും ഫറ്റീഗുമാണ് യൂഷ്വൽ ആയിട്ടുള്ള സിംറ്റംസ്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: Identify disadvantages of RNA over DNA as genetic material and explain it. സാധാരണ ഓർഗാനിസംസിൽ രണ്ട് തരത്തിലുള്ള ജനറ്റിക് മെറ്റീരിയൽ കാണാറുണ്ട്. RNAയും ഉണ്ട്, DNA-യും ഉണ്ട്. യൂഷ്വലി DNA ആണെങ്കിലും ചില വൈറസുകളിൽ RNA ജനറ്റിക് മെറ്റീരിയൽ ആകാറുണ്ട്. അങ്ങനെ RNA ജനറ്റിക് മെറ്റീരിയൽ ആയാലുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Compared to DNA, RNA acts as a genetic material in some viruses. In RNA, uracil is present, which is less stable. So, one of the disadvantages is RNA is less stable. RNA is a single-stranded molecule. DNA double-stranded ആണ്, അതേസമയം RNA single-stranded molecule ആണ്. ഇതാണ് രണ്ട് disadvantages. So, next question. This is the last question of our learning package. Question: Observe the graph and answer the following questions. Graph is given here. Species richness in the y-axis and area in the x-axis. Sub-question A. Name S, A, Z and C in the graph. B. Name the scientist who explained the species area relationship. ഈ ഗ്രാഫ് ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകാം. ഈ ഗ്രാഫിലുള്ള S, A, Z and C എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: S is species richness, A is area, Z is the slope of line and C is the y-intercept. Sub-question B യുടെ ഉത്തരം അലക്സാണ്ടർ വോം ഹംബോൾട്ട്. നീണ്ടുപരന്നു കിടക്കുന്ന കടലിലെ വെള്ളം മുഴുവൻ ഒരു കപ്പിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. കടലിന്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊണ്ട ഒരു കപ്പ് വെള്ളം കിട്ടിയാൽ അത് മാത്രം മതിയാകും. സുവോളജി വാസ്റ്റ് സിലബസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ടാബുലരാസ നിർമ്മിക്കുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ, കരിയർ റിലേറ്റഡ് ആയ വീഡിയോസ് ആണ്. ഈ ടാബുലരാസ എന്ന് പറയുന്ന ചാനലിന്റെ ലൈക്ക് ബട്ടൺ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
കമന്റ് ബോക്സ് നിങ്ങളുടെ ക്വയറീസ്, ഡൗട്ട്സ്, സജഷൻസ് എന്നിവയ്ക്കായി കാത്തിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഐ ആം അനു ക്ലീറ്റസ്, എഡ്യൂക്കേറ്റർ, കരിയർ കൗൺസിലർ,